യുഎഇയിൽ ടാക്സ് പരിഷ്കരണത്തിന്റെ അടുത്ത ഘട്ടമായ ഇൻവോയ്സ് സംവിധാനം നടപ്പിലാക്കാൻ നടപടി തുടങ്ങി. നികുതി ചോർച്ച തടഞ്ഞ ഈ മേഖലയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പുതിയ നിയമപ്രകാരം അംഗീകൃത സർവീസ് പ്രൊവൈഡർ വഴി മാത്രമേ കമ്പനികൾക്ക് ഇൻവോയ്സുകൾ അയക്കാൻ കഴിയുകയുള്ളൂ. ഡിസംബർ 31-ന് അക്കൌണ്ട് ക്ലോസ് ചെയ്ത കമ്പനികൾക്ക് കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യാനുള്ള സമയം ഇന്നലെ അവസാനിച്ചതിന് പിന്നാലെയാണ് ഇൻവോയ്സിന്റെ പ്രവർത്തനങ്ങളിലേക്ക് യുഎഇ സാമ്പത്തിക കാര്യ മന്ത്രാലയം കടക്കുന്നത്. ഇതിന്റെ ഭാഗമായി നേരത്തെ ഇറക്കിയ ഉത്തരവിൽ കൂടുതൽ വ്യക്തത വരുത്തി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഇതനുസരിച്ച് അക്രഡിറ്റഡ് സർവീസ് പ്രൊവൈഡറിലൂടെ മാത്രമേ കമ്പനികൾക്ക് ഇൻവോയ്സുകൾ അയക്കാൻ കഴിയുകയുള്ളൂ. പർച്ചേസ് ബുക്ക് ചെയ്യാൻ ഇത്തരം ഇൻവോയ്സ് ആവശ്യമാണ്. ബിസിനസ് ടു ബിസിനസ് നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും പുതിയ നിയമം ബാധകമാണ്. രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾ ഇൻവോയ്സ് പ്രവർത്തനങ്ങൾക്കായി നേരത്തെ തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ടതുണ്ടെന്ന് വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ജയൻ ബാലകൃഷ്ണൻ പറയുന്നു. ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷനും ബിസിനസ് ടു ഗവൺമെന്റ് ട്രാൻസാക്ഷനിലുമാണ് ഇത് നടപ്പാക്കുന്നത്. അത് നടപ്പാക്കേണ്ടതിന് 2 ഘട്ടങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, 50 മില്യൺ ടേൺ ഓവറിലും അധികം ടേൺ ഓവറുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഘട്ടമാണ്. അവര് 31 ജൂലൈ 2026 മുമ്പായിട്ട് സർവീസ് പ്രൊവൈഡേഴ്സിനെ അപ്പോയിന്റ് ചെയ്യണം. അവരുടെ ആദ്യത്തെ റിട്ടേൺ ജനുവരി 2007 കൂടിയിട്ടാണ് തുടങ്ങുന്നത്. 50 മില്യണിന് താഴെയാണ് ടേൺ ഓവർ വെച്ചാല് മാർച്ച് 2027 അവര് സർവീസ് പ്രൊവൈഡേഴ്സിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത്. പിന്നെ 1/7/2027 അവരുടെ ഇൻവോയ്സിംഗ് തുടങ്ങും. 2018 വാറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നികുതി മേഖലയിലെ മാറ്റങ്ങൾക്ക് യുഎഇ ഭരണകൂടം തുടക്കം കുറിച്ചത്. കഴിഞ്ഞ വർഷം കോർപ്പറേറ്റ് ടാക്സും രാജ്യത്ത് നടപ്പിലാക്കി. ഇൻവോയ്സ് സംവിധാനം കൂടി പ്രാബല്യത്തിലാകുന്നതോടെ നികുതി മേഖലയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. അർഹതയുള്ള നികുതി ലഭിക്കുന്നുവെന്ന സർക്കാരിനും ഉറപ്പുവരുത്താനാകും. യൂറോപ്യൻ രാജ്യങ്ങളും സൌദി ഉൾപ്പെടെയുള്ള വിവിധ അറബ് രാജ്യങ്ങളും ഇതിനകം തന്നെ ഇൻവോയ്സ് സംവിധാനം നടപ്പിലാക്കി കഴിഞ്ഞു. റിപ്പോർട്ടർ, ദുബായ്.